നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വൈഫൈ കണക്ഷനും അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റ അതുപോലെ തന്നെ ബ്ലൂടൂത്ത് തുടങ്ങിയുള്ള ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ കണക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള ചില സമയങ്ങളുണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് മൊബൈൽ ഡാറ്റ ഇൻ്റർനെറ്റ് വളരെ സ്പീഡ് കുറഞ്ഞൊരു സമയം വരും. അധികം ആളുകളും പരാതിപ്പെടുന്ന ഒന്നാണ് ഇൻ്റർനെറ്റ് തീരെ സ്പീഡില്ല, മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുമ്പോൾ സ്പീഡ് കുറവാണ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ പറയും വൈഫൈ കണക്ഷനുള്ള സമയത്ത് വൈഫൈ പെട്ടെന്ന് കണക്റ്റ് ആകുന്നില്ല, വൈഫൈയിൽ സ്പീഡ് കുറവാണെന്നൊക്കെ പറയും. അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ സമയമെടുക്കുന്നൊരു പ്രശ്നം പല ആളുകളും പറയാറുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം നമ്മുടെ മൊബൈൽ ഫോണിനകത്തുണ്ട്. ചെറിയ ഒരു സെറ്റിങ്സ് ക്ലിക്ക് ചെയ്താൽ മതി, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. വളരെ സിമ്പിളായിട്ടുള്ള ആ സെറ്റിങ്സ് ഏതാണെന്ന് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിനകത്ത് നിങ്ങൾ ഏറ്റവും മുകളിൽ റീസെറ്റ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റീസെറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. റീസെറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ റീസെറ്റ് ഫോൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും മുകളിലേക്ക് നോക്കുക, റീസെറ്റ് നെറ്റ്വർക്ക് ആൻഡ് ബ്ലൂടൂത്ത് സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ താഴെ വായിച്ച് നോക്കിയാൽ റീസെറ്റ് വൈഫൈ ബ്ലൂടൂത്ത് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് ചോദിക്കും. നിങ്ങൾ അതിനകത്ത് സ്ക്രീൻ ലോക്ക് കൊടുക്കുക. ഇപ്പോൾ സ്ക്രീൻ ലോക്ക് കൊടുക്കുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ഇതുപോലൊരു പോപ്പപ്പ് കാണിക്കും. ഇവിടെ താഴെ കാണുന്ന റീസെറ്റ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത് വൈഫൈ നിങ്ങൾ എവിടെയൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടോ അത് മൊത്തത്തിൽ ക്ലീൻ ആകുകയും നിങ്ങളുടെ വൈഫൈ നെറ്റ്വർക്ക് റീഫ്രഷ് ആകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങി നിങ്ങൾ വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും. പിന്നെ സേവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വൈഫൈകളുണ്ടെങ്കിൽ അതിൻ്റെ പാസ്വേഡ് നഷ്ടപ്പെടും. പാസ്വേഡ് നിങ്ങൾ ആദ്യം സേവ് ചെയ്ത് വെക്കണം. രണ്ടാമത് ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് റീഫ്രഷ് ആയിട്ട് വരും. ബ്ലൂടൂത്തും രണ്ടാമത് നിങ്ങൾ പെയർ ചെയ്ത് കൊടുക്കേണ്ടി വരും. ബ്ലൂടൂത്ത് കണക്ട് ചെയ്തൊക്കെ ഡിസ്കണക്റ്റ് ആയി പോകും. രണ്ടാമത് വീണ്ടും പെയർ ചെയ്ത് കണക്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് സ്പീഡ് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്ക് സ്പീഡ് കിട്ടും. താഴെ കാണുന്ന റീസെറ്റ് എറേസ് ഓൾ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റകളൊക്കെ ഡിലീറ്റ് ആയി പോകും. അത് ചെയ്യരുത്. മുകളിൽ കാണുന്ന റീസെറ്റ് നെറ്റ്വർക്ക് ആൻഡ് ബ്ലൂടൂത്ത് സെറ്റിങ്സ് എന്നുള്ള ഈ സെറ്റിങ്സ് മാത്രമാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.